ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 1.5 വർഷത്തെ തുടർച്ചയായ നാശങ്ങൾക്കും നഷ്ടങ്ങൾക്കും മരണങ്ങൾക്കും ശേഷം ഇസ്രായേലും ഹമാസുമായി ഒരു വെടിനിർത്തൽ കരാറിലേക്ക് അടുക്കുന്നതായി ചില പുതിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. US, ഈജിപ്റ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ അടുത്ത ആഴ്ചകളിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അവസാനവട്ട ചർച്ചകൾ നടക്കും എന്നാണ് ഈ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഗാസയിൽ നിന്നും IDF സൈന്യത്തെ പിൻവലിക്കാൻ തയ്യാറാണെങ്കിൽ കൂടുതൽ ഇളവുകൾക്ക് തങ്ങളും തയ്യാറാണെന്ന് ഹമാസ് സമ്മതിച്ചതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് പറഞ്ഞു. പ്രധാന വിശദാംശങ്ങൾ ഇനിയും തയ്യാറാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ കൂടുതൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അവർക്ക് ഈ യുദ്ധത്തിൽ നിന്നും എത്രയും വേഗം പിന്മാറണം എന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഈ കരാറിനോട് വളരെയധികം അടുത്ത് നിൽക്കുന്നു. ഈ കരാറിൽ ചില പ്രധാന ആവശ്യങ്ങൾ ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഗസയ്ക്ക് അതിരൂക്ഷമായ നാശമാണ് ഇസ്രായേൽ വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില നഷ്ടപരിഹാരങ്ങൾ അവർ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൂടാതെ ബന്ദികളെ ഘട്ടം ഘട്ടമായി വിട്ടുകൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഏതാണ്ട് 100-ലധികം ബന്ദികളാണ് ഇപ്പോൾ ഹമാസിൻ്റെ കൈവശമുള്ളത്. ഈ കരാർ നടപ്പിലാകുന്നതനുസരിച്ച് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ഗസയിൽ നിന്നും പിൻവലിയേണ്ടതുണ്ട്. നഷ്ടപരിഹാരം കിട്ടിയില്ലെങ്കിലും സൈന്യം പിൻവലിയും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പായിരിക്കുകയാണ്. കാരണം അമേരിക്കയുടെ ഭാഗത്തു നിന്നും അത്രയധികം പ്രഷർ ഇസ്രായേലിൻ്റെ മേലുണ്ട്. അതുകൂടാതെ ഇസ്രായേലിന് ഇനി സിറിയയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കാരണം സിറിയയിൽ ഇറാൻ്റെയും റഷ്യയുടെയും ഒന്നും ഇടപെടൽ ഉണ്ടാവാതെ സിറിയയിലേക്ക് ഇസ്രായേലിന് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ ലെബനോനുമായി ഒരു വെടിനിർത്തൽ ഉണ്ടായത് ഗസയിലേക്ക് അവർക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ്. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് സിറിയയിൽ പെട്ടെന്നൊരു അട്ടിമറി ഉണ്ടാവുകയും വിമതർ അവിടെ ഭരണം പിടിക്കുകയും ചെയ്തുകൊണ്ട് ഇസ്രായേലിന് ജോലിഭാരം കൂടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഈ ഗസയുമായി ഒരു വെടിനിർത്തൽ കരാറിന് നിർബന്ധിതമായിരിക്കുകയാണ്. തന്നെയുമല്ല, ജനുവരി 20-ന് ഈ ട്രംപ് അമേരിക്കയിൽ അധികാരത്തിലേൽക്കുന്നതിന് മുൻപായി ഈ വെടിനിർത്തൽ കരാർ നടപ്പിലാവേണ്ടത് ട്രംപിൻ്റെയും ആവശ്യമാണ്. യുദ്ധം കൊണ്ട് പൊറുതിമുട്ടിയ ഇസ്രായേൽ ഇനി കൂടുതൽ യുദ്ധത്തിലേക്ക് പ്രവേശിക്കാതെ ഉള്ള യുദ്ധങ്ങൾ ഒഴിവാക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ഈ കരാറിൽ ഇസ്രായേൽ ജയിലുകളിലുള്ള മുഴുവൻ പലസ്തീൻ തടവുകാരെ വിട്ടയക്കുക, അതുപോലെ ഗാസ മുനമ്പിലുള്ള ചില ഉപരോധങ്ങൾ പിൻവലിക്കുക, അവിടത്തേക്ക് കൂടുതൽ സൗകര്യം, അതായത് പലസ്തീനിലേക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, അങ്ങനെ പല ആവശ്യങ്ങളും ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവയെല്ലാം തന്നെ അംഗീകരിക്കാൻ ഇസ്രായേൽ ഏതാണ്ട് സന്നദ്ധമാണ്. അവർക്കിപ്പോൾ എങ്ങനെയും ഈ ബന്ദികളെ തിരിച്ചെടുക്കുക എന്നുള്ളതാണ് മുന്നിലുള്ള പ്രശ്നം. അതുകൊണ്ട് തന്നെ അവർ ഏത് കരാറിനും സമ്മതിക്കും എന്നുള്ളതാണ്. ഇസ്രായേൽ അത്രയധികം ബുദ്ധിമുട്ടിലാണ്. ഇനി അവർക്ക് യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല. ട്രംപിനെ അവർക്ക് വിശ്വാസമില്ല. കാരണം ആയുധങ്ങൾ ഇനി ലഭിക്കുമോ എന്നവർക്ക് നല്ല രീതിയിൽ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് യുദ്ധം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു വിശ്വാസമുണ്ട്. കൂടാതെ ഈ സിറിയയിലെ വിമതരെയും ഭയക്കേണ്ടതുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഇസ്രായേൽ ആകെ ബുദ്ധിമുട്ടിലാണ്. അവർക്ക് ഗസയുമായി ഒരു വെടിനിർത്തൽ കരാർ നടത്തിയേ പറ്റൂ. അല്ലെങ്കിൽ തന്നെ ഗസയിൽ ഇപ്പോൾ ഉള്ളത് കുറേ പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും മാത്രം. അവരെ മാത്രം കൊന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അത് ഇസ്രായേലിനും ആ തിരിച്ചറിവുണ്ട്. പക്ഷേ അവർക്ക് എവിടെയെങ്കിലും ഒന്ന് ജയിക്കണ്ടേ. ലെബനോനിൽ തോറ്റു, ഇനി ഗസയുടെ മുന്നിൽ അവർ തോക്കുകയാണ്. ഇതിപ്പം ലെബനോനിലെ തോൽവി തന്നെ അവരെ ലോകം മുഴുവൻ പരിഹസിക്കുകയാണ്. അവർ വെടിനിർത്തൽ കരാറിന് സന്നദ്ധമായി അവിടുന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത്. ഇപ്പോൾ ഗസയിലും ആ ഒരവസ്ഥയിലാണ്. അതിന് വേറെ ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഈ ഹൂത്തികളുടെ ആക്രമണം സ്ഥിരമുണ്ട്. ഈ ഹൂത്തികളുടെ ആക്രമണം നിൽക്കണമെങ്കിൽ തന്നെ ഗസയിൽ ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വരണം. അതവർ സ്ഥിരമായി ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമാകുകയാണ്. ചെങ്കടലിലൂടെ ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾ ഹൂത്തികൾ അതോടെ കടത്തിവിടും. പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല, പഴയ പോലെ തന്നെ മുന്നോട്ട് പോകും. ഇതിൽ ഏറ്റവും രസകരമായി വരുന്നത് ഗസയ്ക്ക് ഇസ്രായേൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് ഇസ്രായേലിന് അതിഭീകരമായ നാണക്കേടായിരിക്കും ഉണ്ടാക്കുന്നത്. പിന്നെ ചെക്ക് പോസ്റ്റുകളെല്ലാം തുറന്നു കൊടുക്കണം. പലസ്തീനികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിക്കണം. അതിനർത്ഥം പലസ്തീൻ എന്ന രാഷ്ട്രത്തിലേക്കുള്ള ദൂരം അധികമില്ല എന്ന് തന്നെയാണ്. പലസ്തീനികൾ ഈ കാര്യം അറിഞ്ഞ് വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഹാരറ്റ്സ്, പീപ്പിൾസ് ജേർണൽ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മീഡിയകൾ പലതും ഇപ്പോൾ
ഇക്കാര്യത്തിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത്തവണ ഒരു വെടിനിർത്തൽ കരാർ നടപ്പിലാകും എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അത് നടപ്പിലാകും എന്ന് നമ്മളും വിശ്വസിക്കേണ്ടതുണ്ട്. ഈ ആദ്യഘട്ടത്തിൽ 8 ആഴ്ച വരെയാണ് സമയമുള്ളത്. ഇതിനുള്ളിൽ 30 ബന്ദികളെ വീതം ഹമാസ് ഇസ്രയേലിന് വിട്ടുകൊടുക്കും. അപ്പോൾ അവരുടെ തടവിലുള്ള കുറേ പലസ്തീനികളെ ഇസ്രയേലും വിട്ടുകൊടുക്കും. അതുകൂടാതെ ചെക്ക് പോസ്റ്റുകൾ തുറന്നു കൊടുക്കും. അതുകൂടാതെ ഗസയിൽ നിന്നും പലായനം ചെയ്തിട്ടുള്ള ഏതാണ്ട് 21 ലക്ഷത്തോളം ജനങ്ങളുണ്ട്. അവർക്ക് മുഴുവൻ തിരിച്ചു വരാനുള്ള സൗകര്യം ഒരുക്കണം. അതുകൂടാതെ ഹമാസ് പറയുന്നത് അനധികൃത അധിനിവേശങ്ങൾ തടയണം. അതായത് ഇസ്രയേലികൾ പലസ്തീൻ്റെ ചില കൃഷിയിടങ്ങളും അവിടെ ഇവിടെയൊക്കെ പിടിച്ചെടുക്കുന്നത് അത് ഇസ്രയേൽ നിയന്ത്രിക്കേണ്ടതുണ്ട്. അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. അതും തീരുമാനമാകും. കാരണം ഇസ്രായേൽ ഏത് ഡിമാൻഡും അംഗീകരിക്കാൻ ഈ അവസരത്തിൽ തയ്യാറാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല, ഇസ്രായേൽ വളരെയധികം ദുർബലമാണ്. അവർക്ക് ഒന്നിനും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം സിറിയയിൽ നിന്നും അത്രയധികം അപകടം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഗസയായിട്ട് ഈ പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ ഈ ഒത്തുതീർപ്പിന് തയ്യാറാകുന്നത് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഈജിപ്തിൻ്റെ അതിർത്തി അടച്ചിട്ടുണ്ട്. ഈ യുദ്ധം ആരംഭിച്ചത് മുതൽ ആ അതിർത്തിയും തുറന്നു കൊടുത്ത് അഭയാർത്ഥികൾക്ക് കൂടുതൽ ഉള്ളിലേക്ക് പലസ്തീനിലേക്ക് പ്രവേശിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. അതൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെയധികം തോൽവി തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ അതിർത്തിയിൽ ഇസ്രായേൽ കൂടുതൽ ചെക്കിംഗ് ഇല്ലാത്തതാണ്. അപ്പോൾ അവിടെ നിന്ന് അഭയാർത്ഥികൾക്ക് പെട്ടെന്ന് കടന്നു വരാൻ കഴിയും. ഇനി അവിടേക്ക് ഇസ്രായേൽ പട്ടാളത്തിന് കൂടുതൽ അടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് രസം. എല്ലാ വിധത്തിലും ഈ വെടിനിർത്തൽ കരാറിന് അത്യധികം സാധ്യതയാണ് ലോകം കാണുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി അടുത്ത ദിവസങ്ങളിൽ ഇസ്രയേലും ഹമാസുമായി, അതായത് ഗസയുമായി ഒരു വെടിനിർത്തൽ കരാർ നടപ്പിലാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഈ വാർത്ത ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.